ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സമയം ഇപ്പോൾ എത്ര മണിയായെന്ന് വെച്ചാൽ സമയം ഒരു 11:52 ആയിട്ടുണ്ട്. 12 മണിയാകാൻ കുറച്ച് സമയങ്ങൾ കൂടി. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നുള്ളത്. കാരണം എത്രയോ ഒരു 9-10 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ പീരീഡ്സ് വന്നത്. പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ഭയങ്കര ആഗ്രഹം, ഭയങ്കര ഇങ്ങനെ എന്തെങ്കിലും സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുള്ള ഭയങ്കര തോന്നൽ. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളിങ്ങനെ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ കാക്കനാട് ഒരു കൊറിയൻ ഷോപ്പിൻ്റെ ഒരു റീല് വന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ 1 മണി വരെ ഉണ്ട് ഷോപ്പ്, അങ്ങോട്ട് പോകാമെന്ന്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി കുഞ്ഞാവയുണ്ട്, കുഞ്ഞാവയുടെ ഡാഡ ഉണ്ട്, പിന്നെ ഞാൻ ഈ സ്ഥാനത്ത് നമ്മുടെ സുട്ടുമാണ് ഈ സമയങ്ങളിലൊക്കെ വരേണ്ടത്. പക്ഷേ സുട്ടുമോൻ അവിടെ നോക്കിയിരിപ്പുണ്ട്. പുള്ളിക്കാരൻ്റെ വിഷമം കാണും, അറിയത്തില്ല. എന്തായാലും നമുക്ക് പോകാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാക്കനാട് ഈ ഒരു സ്പോട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ കണ്ണിലുടക്കിയതാണ്. പക്ഷേ ഇത്ര അടിപൊളിയാകും എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു റീൽ കൂടി മനസ്സിലായില്ല. കാരണം നല്ല അടിപൊളി സ്പോട്ടാണ്, നല്ല ആംബിയൻസ് ആണ്. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ കപ്പിൾസായിട്ടോ ഒക്കെ പോകാൻ അടിപൊളി സ്പോട്ടാണ്. ഇപ്പോൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇതായിരുന്നു. കാരണം നല്ല റഷ് കാണത്തില്ലേ, കുഞ്ഞിന് കൂടുതലും റഷുള്ളപ്പോൾ കുഞ്ഞിന് അതൊരു ബുദ്ധിമുട്ടാകത്തില്ലേ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു പേടിയില്ലായിരുന്നു അവിടെ പോയി. കാരണം കുഞ്ഞും നല്ല കംഫർട്ടായിരുന്നു. ആൾ നല്ലോണം ഇങ്ങനെ വെട്ടമൊക്കെ കൂടുതൽ ലൈറ്റ്സൊക്കെ ആയതുകൊണ്ട് ആളിങ്ങനെ കണ്ണ് തുറന്ന് ചുറ്റും നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം ക്യാമറ ഓണാക്കിയൊക്കെ വെച്ചു, കുറേ നേരം ഇങ്ങനെ കോപ്രായങ്ങളൊക്കെ കാണിച്ചു. കാരണം എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സ്പൈസി ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇച്ചാക്ക് അത്ര സ്പൈസി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഇതിനോട് വലിയ താല്പര്യമില്ല. അതുമല്ല, വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ റീലിൽ കണ്ട് ഞാൻ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്നെ കൊണ്ടുപോകും, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയും ചെയ്യും. പക്ഷെ അവിടെ ചെന്നിട്ട് അത് കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു എക്സ്പ്രഷനും എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. കാണുന്ന പോലെയല്ല, വലിയ ഗുണമൊന്നും ഇല്ല എന്നുള്ളൊരു ഡയലോഗുണ്ട്. അപ്പോൾ പുള്ളിക്കത് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇനി നീ അതുപോലെ പറയുമോ എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നു ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഡിഷിൻ്റെ പേരാണെന്തോ കിംജി നൂഡിൽ ടവർ എന്നാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പൈസിയാണ്, മൈൽഡാണ് പറഞ്ഞത്, കുഴപ്പമില്ലാത്ത സ്പൈസി എന്ന് പറയും. പക്ഷേ എനിക്ക് ഈ ഒരു സ്പൈസി ഇഷ്ടമാണ്. ഇച്ചാക്കാണെങ്കിൽ ഇതുപോലും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പിന്നെ പുള്ളിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായതും ഇല്ല ഈ ഡിഷ് കേട്ടോ. പക്ഷേ എനിക്ക് നല്ലോണം ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്പൈസി ലവേഴ്സ് ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് നല്ല ആ ഒരു വെജൊക്കെ അത്യാവശ്യം നല്ലോണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കണ്ടോ ഇച്ചാക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇച്ചാടെ ആ ഒരു എക്സ്പ്രഷൻ തന്നെ കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, നീ കഴിക്കുന്നില്ല, നീ മൊത്തം കഴിച്ചിട്ട് എണീറ്റാൽ മതി. ഇതിന് ഏകദേശം ഒരു 250-300 അങ്ങനെ എന്തോ ഉള്ളായിരുന്നു തോന്നുന്നു ഈ ഒരു ഡിഷിൻ്റെ റേറ്റ്. പക്ഷെ കുഴപ്പമില്ല, അഫോർഡബിൾ ആണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് 2-3 പേർക്ക് നല്ലോണം കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇച്ച എന്നോട് പറയാണ്, ഇത് മൊത്തം കഴിച്ചിട്ടേ നീ ഇവിടെ നിന്ന് എണീക്കാവൂ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 1.5 മണിക്കൂർ ശേഷം ഞാനിങ്ങനെ കഴിച്ച് ആസ്വദിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് എണീറ്റത് കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ കുടിക്കാനും കൂടെ പറ്റും ഗൈസ്. അതിൻ്റെ അകത്ത് തന്നെ എന്താണ് ഗ്രീനും പിന്നെന്താ കുടിക്കുന്ന ആ ഒരു ഫ്ലേവർ കേട്ടോ, പിന്നെന്താ പോമോഗ്രാനറ്റ്, പിന്നെ നമ്മുടെ മിൻറ്റിൻ്റെ ഒക്കെ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെഡാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അത് പോമോഗ്രാനൈറ്റ് ആണെന്ന് അവർ പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു പിള്ളേർ ഒരു സിറപ്പിൻ്റെ ടേസ്റ്റ്, പിന്നെ അത് സ്വാഭാവികം അതങ്ങനെ ആ ഒരു ഒരു ഈ പോമോഗ്രാനൈറ്റിൻ്റെ തന്നെ ജ്യൂസ് അല്ലല്ലോ അവർ നമുക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവർ മാത്രമേ കാണത്തില്ല. പിന്നെ ഞാനത് ഫുൾ അവിടെ നിന്ന് കഴിച്ച് എനിക്ക് ഇഷ്ടമായി കേട്ടോ, നല്ലോണം ഇഷ്ടമായി എനിക്ക്. അപ്പം നിങ്ങൾ സ്പൈസി ലവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ എറണാകുളം വരുമ്പോൾ ഒന്ന് പോയി കഴിക്കാൻ നോക്കണേ. അത് കഴിഞ്ഞതേ ഞാനും മിച്ചായും കുഞ്ഞാവയും കൂടെ ചുമ്മാ വെറുതെ നിന്ന് ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഇച്ച കുളമാക്കി തന്ന്. ഇച്ചയുടെ വീഡിയോ ഒക്കെ ഞാൻ അടിപൊളിയായിട്ട് എടുത്തു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞു, എന്നാൽ നമുക്ക് എന്തായാലും നമ്മൾ ഇറങ്ങിയതാണ്, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാം, കൊച്ചി എറണാകുളമൊക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയത്. അപ്പോഴും നമ്മുടെ കുഞ്ഞാവെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. പുള്ളിക്കാരൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് പുള്ളിക്കാരൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ
നമുക്ക് ആ ക്യൂൻസ് വാക്കുവേയും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങണ്ട, ജസ്റ്റ് ഒന്ന് കാണാം, എന്തായാലും നമ്മൾ പുറത്തോട്ടേ വന്നതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളിതേ അവിടേക്കൊക്കെ ഒന്ന് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലിപ്പോൾ കുഞ്ഞ് ഞാൻ മാത്രമേ കാണത്തുള്ളൂ വീട്ടിൽ. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു മൈൻഡായിപ്പോവും. പക്ഷേ രാത്രിയാകുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോകുവാണെങ്കിലോ അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ഒന്ന് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഒരു റിലാക്സേഷനാണ്, നമുക്ക് വല്ലാത്തൊരു കംഫർട്ടാണ്. കാരണം വീട്ടിലിരുന്നിരുന്നിരുന്ന് നമ്മൾ വല്ലാണ്ട് അങ്ങ് മുഷിഞ്ഞ് പോകത്തില്ലേ. ഇപ്പോൾ വെളിയിലിറങ്ങുമ്പോൾ അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളാർക്കെങ്കിലും അങ്ങനൊരു ഫീൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താ, ഞങ്ങൾ കുറേ അധികം നേരം ഇങ്ങനെ യാത്ര ചെയ്തു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഈ യാത്രയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള യാത്രയാണ്. കാരണം ഈ യാത്രകളിലാണ് ഞങ്ങൾ കൂടുതലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ വീട്ടിലായാലും നല്ലോണം സംസാരിക്കും. ഇപ്പോൾ ഫോണോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ യാത്രയിലാകുമ്പം യാത്രയും ചെറിയൊരു പാട്ടും അതിൻ്റെ കൂടെ ഞങ്ങളുടെ വർത്തമാനം കൂടെ ഒക്കെ ആകുമ്പോഴത്തേനും അതിനേക്കാളും വലിയൊരു ഹാപ്പിനെസ് എന്താണെന്ന് ചോദിച്ചാൽ ഇല്ല, വേറൊരു ഹാപ്പിനെസ് ഇല്ല. അത്രയ്ക്കും അടിപൊളിയാണ് ഞങ്ങൾക്ക് ഈ യാത്രകൾ തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിച്ചാക്കായാലും എനിക്കായാലും യാത്രയെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഹരമാണ്, ഇഷ്ടമാണ്. എത്ര ദൂരം വേണേലും പോകാൻ ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ പാർട്ട്ണർ അങ്ങനെ തന്നെയാണ്. പുള്ളിക്കാരന് എവിടെ വേണമെങ്കിലും വരാൻ ഏത് പാതിരാത്രിയും പുള്ളിക്കാരൻ വില്ലിങ് ആണ്. കാരണം കൂടുള്ള ആളും ഓക്കെ ആണെങ്കിൽ പുള്ളി ഡബിൾ ഓക്കെയാണ്, അങ്ങനൊരു ക്യാരക്ടറാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയി. എൻ്റെ പൊന്നോ എന്തൊരു തിരക്കാണെന്നറിയോ, ഭയങ്കര തിരക്കും. ക്യൂൻസ് വാക്ക്വേയും അതുപോലെ തന്നെ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാഗം ഞാൻ പോയില്ല, ക്യൂൻസ് വാക്ക്വേയുടെ അവിടം വരെ പോയുള്ളൂ. പക്ഷേ നല്ല തിരക്കായിരുന്നു, നല്ല റഷാണ്. ഈ ഒരു പാതിരാത്രി 1-2 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഈ ടൈമിൽ പോലും നല്ല തിരക്കുണ്ട്, നല്ല തിരക്ക്, ഇഷ്ടംപോലെ. പിന്നെ അവിടെ തന്നെ പോലീസും ഒക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് കാണുമായിരിക്കും, അറിയത്തില്ല. അതുപോലെ തന്നെ നല്ലൊരു ഫുഡ് സ്പോട്ടും കൂടെ ആയതുകൊണ്ട് എല്ലാ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്കാരിങ്ങനെ, കുറേ പിള്ളേർ, കൂടുതലും കപ്പിൾസാണ്, അധികം ഫാമിലീസൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഉണ്ടായിരുന്നു ഫാമിലീസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്, കുഞ്ഞു പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട്. പക്ഷെ നല്ലൊരു യാത്രയാണ്. സത്യം പറഞ്ഞാൽ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ അത് വേറൊരു റിലാക്സേഷനാണ്. കല്യാണത്തിന് മുന്നേ എനിക്ക് ഈ ഒരു സംഭവങ്ങളൊന്നും ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കാരണം നൈറ്റ് ഇങ്ങനെ ഒരു ഡ്രൈവോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയ ആൾക്കാർ അങ്ങനെയൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഉള്ള ലൈഫെന്ന് പറയുമ്പോൾ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും മുകളിലൊരു ലൈഫാണ് എനിക്ക് കിട്ടിയത്. കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും എന്നെപ്പോലെ തന്നെ എൻ്റെ മനസ്സ് അറിയാവുന്നൊരു പാർട്ട്ണറിനെ കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങി. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ ലൈഫിലില്ല. ഞങ്ങളുടെ ലൈഫിൽ കൂടുതലുള്ളത് അണ്ടർസ്റ്റാൻഡിങ്ങാണ്. അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരത്തെ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും റെസ്ട്രിക്ഷൻസാണ്, ഒന്നിനും ഒരു സമ്മതം ഇല്ലാത്തൊരു ലൈഫായിരുന്നു ഞാൻ ജീവിച്ച് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ആ ലൈഫിലോട്ടൊരു പോക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ ലൈഫ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റേഷനിലും മുകളിൽ പടച്ചോൻ തന്നൊരു സമ്മാനമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലോണം മനസ്സിലാക്കാനും ഞങ്ങളുടെ ഇഷ്ടങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് തന്നെ സാധിക്കാൻ പറ്റുന്നൊരു ലൈഫ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ പ്രേമകല്യാണത്തിനൊക്കെ എന്തൊക്കെ കൂടുതലും വീട്ടുകാർ, ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർ പറയാനൊന്നുമില്ല. കാരണം ഇത് എവിടം വരെ പോകും, 6 മാസം പോലും നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ കുറേ ഡയലോഗ്സ് ഞാൻ എൻ്റെ ലൈഫിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രണയവിവാഹം കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനപ്പുറം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 6 മാസം, 1 വർഷം, 2 വർഷം, ഇതിപ്പം 3 വർഷം ആകാൻ പോകുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞാവേ ആയി. അപ്പം ഇപ്പോഴും ഈ പറച്ചിലിന് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇതേ കറങ്ങി കുറേ അധികം യാത്രകളൊക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്രയേ ഉള്ളൂ. എന്നത്തെയും പോലെ ഒരു തട്ടിക്കുട്ടി വീഡിയോ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.